കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ നിയമമന്ത്രി ആകാൻ പോകുന്ന ആളെ താഴെ ഇറക്കിയത് കൊണ്ട് തന്നെ വിലൻ ജഡ്ജും ലീക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. മുൻപ് ഇവന്റെ അച്ഛനെതിരെ വിധി പറഞ്ഞ ആ ഒരു ജഡ്ജിന്റെ മകന് ജോലി കിട്ടിയതില് ചില അഴിമതികള് നടന്നിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ലീയും മീഡിയക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോകുന്നത് ഈ നാം എന്ന ആളാണ്. അപ്പൊ നിങ്ങള് ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളെ താഴെ ഇറക്കാനായിട്ട് പോവുകയാണോ? അയാളുടെ മകന്റെ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? 18 വർഷങ്ങൾക്ക് മുന്നേ ഈ നാം എന്ന ആള് എസ് ഗ്രൂപ്പിന്റെ സിഇഒ ആയ ടെസിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വിക്ടിമിനെ കുറ്റക്കാരനാക്കി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ടെസിക്കുമായിട്ട് ഇപ്പോഴും അയാൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് താനും. അതിൽ നിന്ന് തീർച്ചയാണ് ആ ടെസിക്കിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനർത്ഥം ഈ നാമ ചീഫ് ജസ്റ്റിസ് ആവാൻ ഒരിക്കലും യോഗ്യനല്ല എന്നാണോ? പക്ഷേ ഈ 18 വർഷം മുന്നേ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര ഓർമ്മയുള്ളത്? ആ ഒരു കുറ്റക്കാരനായി വിധിക്കപ്പെട്ട ആള് എന്റെ അച്ഛനാണ്. പക്ഷെ നിങ്ങൾക്ക് നാമിനോടല്ലേ പ്രതികാരമുള്ളത്? അതിനെന്തിനാ ആ നിയമമന്ത്രി താഴെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്? ശരിക്കും നിങ്ങൾ ആരാ? നിനക്കറിയില്ലേ, ഞാൻ ലീയാണ്, ഒരു ജഡ്ജാണ്. ശേഷം സിഹിയും ബോറടിച്ചിരിക്കുന്ന സമയത്ത് ലീയേയും വിളിക്കുന്നുണ്ട്. നീ ഇപ്പോ എന്ത് ചെയ്യുകയാ, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോ അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഇവരും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ പോകുന്നുണ്ട്. ഈ സ്ഥലം കൊള്ളാമല്ലോ എന്ന് അവള് പറയുമ്പോ അവനും മനസ്സിലോർക്കുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു ഇത്. ഞാനിവിടെ മറ്റൊരാളുടെ കൂടെ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്. ആരാ മറ്റൊരാള്? ഇനി മേലാൽ മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ശരിയാക്കും. നിന്റെ ആഗ്രഹം ആ ഒരു ലോ ഓഫീസ് കൈക്കലാക്കുക എന്നല്ലേ? ഞാൻ അതിന് സഹായിക്കാം. നീ അതിന് സഹായിക്കുകയൊന്നും വേണ്ട, ഞാൻ തന്നെ അത് നേടിയെടുത്തോളാം. ആ ചീഫ് ജസ്റ്റിസിന്റെ കുറച്ചു കാര്യങ്ങള് എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോ അവളും അവനെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുതുതായിട്ട് ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോകുന്നത് നാമാണ്. അത് വേണ്ട, എനിക്ക് ബേക്കിനെ ചീഫ് ജസ്റ്റിസ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം? നാം ഒരുപാട് അഴിമതി ചെയ്തിട്ടുള്ള ആളാണ്. ബേക്ക് അങ്ങനെയല്ല. അത് മാത്രല്ല, ബേക്ക് ചീഫ് ജസ്റ്റിസ് ആയി കഴിഞ്ഞാൽ ഈ ലോ ഓഫീസിന്റെ ലീഗൽ അഡ്വൈസറായി ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇവന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഈ ബേക്കിനെ ഒരുപാട് പണം കൊടുത്ത് ഈ ഒരു ഓഫീസിന്റെ ലീഗൽ അഡ്വൈസർ ആക്കി മാറ്റാനായിട്ട് ഇയാൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അയാൾ കൂടില്ല. അതുകൊണ്ട് ഈ ഓഫർ കേൾക്കുമ്പോ ഭാവി അമ്മായച്ചനും ഇവനെ സഹായിക്കുമെന്ന് ഇവൻ അറിയാം. ഈ നാം ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോവുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു വില്ലൻ ജഡ്ജാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാള് അധികാരത്തിൽ വരും. നിനക്ക് അയാളെ അറിയാമോ? കുറച്ചൊക്കെ അറിയാം. പക്ഷെ ബേക്കിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ വില്ലൻ ജഡ്ജിന് എതിരായിട്ട് നിൽക്കുക എന്നുള്ളതല്ലേ? ഈ ഓഫീസ് പൂട്ടിക്കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട. പ്രസിഡന്റിന്റെ നോമിനേഷൻ ബേക്കിന് വാങ്ങിക്കൊടുത്താൽ മതി. ശേഷം പുറത്തിറങ്ങി അവളും ചോദിക്കുന്നുണ്ട്, ബേക്ക് ഇവിടേക്ക് വരാനായിട്ട് പോവുകയാണോ? നിനക്കിങ്ങനെ അറിയാം? ആ സമയം വീണ്ടും ഇവൾക്ക് വിശക്കുന്നുണ്ടെന്ന് ലീക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഇപ്പൊ കഴിച്ചതല്ലേ? നീ പെട്ടെന്ന് ചീഫ് ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവളെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് ഇവനും പോകുന്നുണ്ട്. ഇവിടെ ലീയുടെ ഭാവി അമ്മായച്ചനും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതില് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ബേക്കിനെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയല്ലേ? ശേഷം ലീയും സിഹി റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ചെയ്തു കൊടുക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതുമൊക്കെ അവൾക്ക് വല്ലാതെ ഇഷ്ടമാകുന്നുണ്ട്. ഈ റെസ്റ്റോറന്റ് ശരിക്കും ആ വില്ലൻ ജഡ്ജിന്റേതാണ്. അയാളെ നോക്കി വളർത്തിയ ആ ഒരു സ്ത്രീയും ഇവനിവിടെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനും അവൾക്കൊരു സ്നീക്കറൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് വല്ലാതെ ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി വാങ്ങാൻ അറിയാലോ എന്ന് ചോദിക്കുമ്പോ അവനും മനസ്സിലോർക്കുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നീ ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരു നിഴല് പോലെ നിന്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ പല കാര്യങ്ങളും എനിക്കറിയാം. സിഹിയും ഇവന്റെ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. നീ ഈ ലോ ഓഫീസിന്റെ മരുമകൻ ആകുന്നതിനേക്കാളും മറ്റെന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. എന്റെ ഫാമിലിക്ക് വേണ്ടത് എനിക്കൊരു ഭർത്താവിനെ അല്ല, ആ ലോ ഓഫീസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു മരുമകനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് അവളും അവനോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്റെ ടൈപ്പും അല്ല. നിനക്ക് ആ ഒരു ലോ ഓഫീസ് വേണ്ടേ? ഞാനത് നിനക്ക് തരാം. അതിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. അപ്പൊ എന്നെ കുറിച്ചോ നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ നിനക്കൊരു ചാൻസ് എന്തായാലും തരുന്നതാണ്. അവനൊരു കാര്യം ഓർക്കുന്നുണ്ട്, അത് കഴിഞ്ഞ ജന്മത്തിലാണ്. ഈ ജന്മത്തിൽ നിന്റെ വിധി എഴുതാനായിട്ട് പോകുന്നത് ഞാനാണ്. ലീയും തിരിച്ചു പോകുമ്പോ മീഡിയക്കാരിയും അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ തന്ന തെളിവ് വെച്ചിട്ട് എനിക്ക് ന്യൂസ് ആർട്ടിക്കിൾ എഴുതാനായിട്ട് പറ്റില്ല. അതിന്റെ കാരണം ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മീഡിയക്കാരിക്ക് അറിയണമായിരുന്നു. ദേ അങ്ങോട്ട് നോക്കിക്കേ, ബേക്ക് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവനെ ഒന്ന് പേടിക്കുന്നത് കണ്ട് മീഡിയക്കാരിയും, അപ്പൊ അതാണല്ലേ കാര്യം? നാമിനെ താഴെ ഇറക്കുന്നതില് നിങ്ങൾക്ക് അയാളുമായി ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാണ് ആ നിയമമന്ത്രി ആകാൻ പോകുന്ന ആളെ താഴെ ഇറക്കിയത്? കാരണം അയാളൊരു ചീത്ത മനുഷ്യനാണ്. അയാൾ ഒരിക്കലും നിയമമന്ത്രി ആകാനായിട്ട് പാടില്ല. അല്ല, എനിക്കൊരു കാര്യം അറിയാം. ബേക്കല്ലേ നിങ്ങളെ സഹായിക്കുന്നത്? എന്നാ മിലിറ്ററിയുടെ അഴിമതി കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് എന്നൊക്കെ അവനോടും പറയുന്നുണ്ട്. ലീക്ക് പറയാനൊരു അവസരം അവളും കൊടുക്കുന്നില്ല. ലീയെ സഹായിക്കുന്നത് വില്ലൻ ജഡ്ജാണെന്ന് അവൾക്കറിയില്ല. അങ്ങനെ അവളും നാമിന്റെ മകനെ കുറിച്ചുള്ള ഒരു ന്യൂസ് എഴുതുന്നുണ്ട്. ആ ഒരു ന്യൂസ് കണ്ടിട്ട് നാമിന്റെ അടുത്തേക്ക് മീഡിയക്കാരൻ വന്നിട്ട് നിങ്ങളുടെ മകനെ കുറിച്ച് പറയുന്ന കാര്യങ്ങള് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വില്ലൻ ജഡ്ജും കാണുന്നു. സെക്രട്ടറിയും ഇത് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. ഇപ്പോ നിയമമന്ത്രി ആകാൻ പോകുന്ന ആള് പോയതേ ഉള്ളൂ. നാമും ഇപ്പോ പ്രശ്നത്തിലാവുകയാണ്. അതിന് വില്ലൻ ജഡ്ജും എന്തായാലും നാമിനെ ചീഫ് ജസ്റ്റിസ്
ജസ്റ്റിസ് ആകാനായിട്ട് ഞാൻ തീരുമാനിച്ചതാണ്. നാമിന്റെ മകനെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശേഷം നാമും ഇതിനൊരു പരിഹാരത്തിനായിട്ട് വില്ലൻ ജഡ്ജിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ലീയും ബേക്കിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബേക്കിന് ചെറിയൊരു പരിഭവം ഉണ്ട്. ലീ ആ വില്ലൻ ജഡ്ജിനെ എന്തിനാണ് കണ്ടത് എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ചീഫ് ജസ്റ്റിസ് ആയിട്ട് നാമ വരാനായിട്ട് പോവുകയാണ്. അയാളുടെ കാലം ആ ഒരു പൊസിഷൻ അർഹിക്കുന്നത് നിങ്ങളാണ്. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നീതി എങ്ങനായാലും നടപ്പാക്കപ്പെടുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം ഒരിക്കലും ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോകുന്നില്ല. പ്രസിഡന്റ് ഒരിക്കലും അയാളെ നോമിനേറ്റ് ചെയ്യില്ല. കാരണം അയാളുടെ മകന് ഒരു പ്രശ്നം പറ്റിയിരിക്കുകയാണല്ലോ. അതിന് ലീയും അങ്ങനെയല്ല. നാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഷിൻജിനാണ്, അതായത് വില്ലൻ ജഡ്ജ്. അയാളുടെ പേര് കേൾക്കുമ്പോഴേ ബേക്ക് ഒന്ന് ഷോക്കാകുന്നു. നാം ഒരിക്കലും ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പാടില്ല. നീ എന്നെ നേരത്തെ വിട്ടിട്ട് പോയത് ആ വില്ലൻ ജഡ്ജിന് വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ എന്തിനാ ഇതൊക്കെ എന്റെ അടുത്തൊന്ന് പറയുന്നത്? അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ ആ വില്ലൻ ജഡ്ജിന്റെ പക്ഷത്തല്ല എന്നല്ലേ? ഇവനും ഒരു ഫയല് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ആ സമയം ബേക്കിന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് ലീയുടെ ഭാവി അമ്മായിയച്ഛനാണ്. അങ്ങനെ ബേക്കും അയാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോകുന്നത് നാം എന്ന ആളാണ്. പക്ഷെ അയാളെ പിന്തള്ളി നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, പ്രസിഡന്റിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ നോമിനേഷൻ വാങ്ങിത്തരാം എന്ന് ബേക്കിനോടും പറയുന്നുണ്ട്. ലീക്കും എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് ബേക്കിനും ഒരു സംശയമുണ്ട്. ശേഷം ലീയും വർക്ക് കഴിഞ്ഞിട്ട് പോകുന്ന സമയം ജീനയും അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവളും അവളുടെ കാര്യങ്ങള് പറയുന്നുണ്ട്. ഞാൻ ഈ പ്രോസിക്യൂട്ടർ ആയത് തന്നെ ടെസിക്കിനെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഞാനതിന് നിങ്ങളെ സഹായിക്കാം. പക്ഷേ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് പറയുന്നത് വില്ലൻ ജഡ്ജാണ്. അവനെ വീഴ്ത്തിയാൽ ഇവരെല്ലാവരും വീഴും. ഇവളും ആ ഒരു പേര് കേൾക്കുമ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ടെസിക്കിനെ അന്ന് പറഞ്ഞയച്ച സമയം ഇയാൾ അവിടെ നിൽക്കുന്നത് ഇവളും കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇവൻ പറയുന്നത് ശരിയാണെന്ന് ഇവൾക്കും തോന്നുന്നുണ്ട്. ഇവനെ സഹായിക്കാമെന്ന് ഇവളും കരുതുന്നുണ്ട്. ഇവനും ഇവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് ഏതാ സ്ഥലം? ഇവിടെ എന്തിനാ വന്നത്? എന്റെ പാരന്റ്സുമായിട്ട് ഡിന്നർ കഴിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ഇത് നിങ്ങളുടെ സ്ഥലമാണോ എന്ന് അവള് വളരെ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് ഈ സ്ഥലം നേരത്തെ അറിയാവുന്നത് പോലെ. ഇവള് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ലീയുടെ അച്ഛനെയും അമ്മയെയും ഇവള് കണ്ടിട്ടുണ്ട്. അവരും വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന്. ഇവളുടെ അച്ഛനും ലീയുടെ അച്ഛനും തമ്മിൽ ബന്ധമുണ്ട്. കോടതിയിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്ന് ട്രയലിന് വിധി വന്ന സമയം ലീയെയും ഇവള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കുട്ടിയാണ് ഈ ജഡ്ജ് എന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കണ്ടിട്ട് ഇവളും ലീയെ വിളിച്ച് എന്തായിരുന്നാലും നമുക്ക് ഇത് തുടങ്ങി വെക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറിയും ഈ വക്കീല് കൂട്ടുകാരന്റെ കയ്യിൽ ഒരു വിധി കൊടുക്കുന്നുണ്ട്. നിങ്ങള് ഇന്ന് എടുക്കാൻ പോകുന്ന കേസിന്റെ വിധിയാണിത്. അത് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഇക്കാര്യം ലീയുടെ ചീഫും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും അതിലെന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ വിധിയും പ്രസ്താവിക്കുന്നുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റിന്റെ കാര്യം ചീഫും ബേക്കനോട് പറയുന്നുണ്ട്. ആ വിധി അത്ര ശരിയായില്ല എന്ന് ബേക്കനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് ആ ലീയുടെ അമ്മായിയച്ഛനാകാൻ പോകുന്ന ആ ഒരു ലോ ഓഫീസല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അതേന്ന് അയാളും ഈ ലീയുടെ അമ്മായിയച്ഛനും ഈ വില്ലൻ ജഡ്ജും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ബേക്കനും മനസ്സിലാകുന്നുണ്ട്. ശേഷം വില്ലൻ ജഡ്ജിന്റെ വിശ്വസ്തനായ ഒരാളെ വീഴ്ത്താനാണ് ഇവരുടെ പ്ലാൻ. അവളും അയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ ക്രിപ്റ്റോ കറൻസി അതിലെ മറ്റു പ്രതികളെ വെറുതെ വിട്ടായിരുന്നല്ലേ, അവരെ എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ അയാൾ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ വില്ലൻ ജഡ്ജിന് കിട്ടുന്ന പണമെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. ഇയാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റും മറ്റും ഉള്ളതാണ്. ശേഷം പാർക്കും പോകുന്ന സമയം ലീ അവിടെ നിൽക്കുന്നത് കണ്ട് അവനും അവനെ കാണാതെ പോകുന്നുണ്ട്. ലീയാണെങ്കിൽ പുറകെ ചെന്ന് അവനെ വിളിക്കുന്നു. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ആരാ നമ്മുടെ നീതി വ്യവസ്ഥയെ തകർക്കുന്നത്? ജീനോട് നീ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ലീയും ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരു കങ്ഷൻ ജിന്നിനെ അറിയാമോ? അയാളാണ് എല്ലാറ്റിന്റെയും പിന്നില് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അന്നാ ജോങ്ടയെ കൊന്നതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും ആരാണെന്ന് ചോദിക്കുമ്പോ ആ വില്ലൻ ജഡ്ജിന്റെ സഹായിയാണെന്ന് ഇവന് പറയുന്നുണ്ട്. അപ്പൊ അയാളൊരു ജഡ്ജല്ല, ശരിക്കും വില്ലൻ തന്നെയാണല്ലേ? അപ്പൊ ഇത് അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ജീനയും കൂടി കൂടെ കൂട്ടിയത്. നമുക്ക് ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. നിനക്ക് എന്റെ കൂടെ നിന്ന് ഇക്കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ പാർക്കും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ നോട്ടം വിട്ട് വെച്ച ആ മനുഷ്യൻ ഗോൾഫ് കളിക്കാൻ വരുന്ന സമയത്ത് പാർക്കും അവിടേക്ക് വരുന്നുണ്ട്. അയാള് ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ആളാണ്. പണം മുഴുവൻ നഷ്ടത്തിലാണ്. അയാൾ ഒരു പ്രോസിക്യൂട്ടർ ആണ്. സോങ്ഡേ എന്നാണ് പേര്. ഇവരും തമ്മില് പരിചയപ്പെടുന്നുണ്ട്. സാധാരണ കോടതിയിൽ വെച്ചിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ഗോൾഫ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ. ഞാൻ 10 വർഷമായി ഇവിടെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ട്. ആ സമയം പാർക്കിനും ഒരു കോൾ വരുന്നുണ്ട്. ജീനയാണ് വിളിക്കുന്നത്. അവളെ നേരത്തെ ലിഫ്റ്റിൽ വെച്ച് കണ്ട കാര്യം ഇവനും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓ ഇതെന്റെ ഒരു ജൂനിയർ ആണ്. എന്ത് പറ്റി? അവൾ നിന്നെ വളയ്ക്കാനെങ്ങാനും നോക്കുന്നതാണോ? അവനും മനസ്സിൽ പിറപിറക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതൊന്നുമല്ല, ഈ പണം ഇരട്ടിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സ്കാമേഴ്സ് ഇവിടെ ഇപ്പോ അവരുടെ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അവർക്ക് പണത്തിന് വലിയ അത്യാഗ്രഹമാണ്. അവൾ എങ്ങനെയാ അവരിൽ നിന്നും പണം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുമ്പോ അവർ സ്കാമേഴ്സ് ആണെങ്കിലും കൃത്യമായി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% പണം കൂടുന്നതാണ്. 3 മാസത്തേക്ക് അവളും ഇൻവെസ്റ്റ് ചെയ്യാന്നാണ് കരുതുന്നത്. അത് കഴിയുമ്പോ അവന്മാർ ഇവിടെ നിന്ന് പോകും. നമുക്ക് പണത്തിന്റെ 10% കിട്ടുകയും ചെയ്യും. അയാൾക്കും അത് കേട്ടിട്ട്
കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ലീയും പാർക്കിനെ വിളിച്ച് എന്തായെന്ന് ചോദിക്കുമ്പോ പാർക്കും ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അയാള് പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ ഏൽപ്പിക്കരുത് കേട്ടോ എന്ന് പാർക്കും പറയുന്നുണ്ട്. ലീയും ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഈ സോങ് ഡേ നാള് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കടവും വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവര് വിരിക്കുന്ന വലയിൽ എന്തായാലും അയാള് വീഴുമെന്ന് ഇവർക്കറിയാം. ശേഷം ജോൺ ഹോയുടെ സ്റ്റോറില് മുത്തശ്ശിയുടെ കൊച്ചുമകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എക്സാം ആണ്. ഇവരും പുറത്തു നിന്ന് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ ഈ ജോൺ ഹോയും ഓടിച്ചു വിടുന്നുണ്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം ജോൺ ഹോയ്ക്ക് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ഇവരും പോയി ഇരിക്കുന്നുണ്ട്. ലീക്ക് ഒരു സംശയം, ഇത്രയും പണമൊക്കെ എങ്ങനെയാണ് ഈ ജോൺ ഹോ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് അറിയണോന്ന് ചോദിച്ചിട്ട് ആ റെസ്റ്റോറന്റിലെ പാത്രങ്ങൾ മുഴുവൻ ലീയെ കൊണ്ട് കഴുകിക്കുന്നുണ്ട്. അവനും ഒരുപാട് തളരുന്നു. ഞാനിതെല്ലാം നേടിയെടുത്തത് വളരെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. ലീയും ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവിടെയുള്ള പാത്രങ്ങളെല്ലാം താഴെ തള്ളിയിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് ലീക്ക് മനസ്സിലാകുന്നത്. അവനും ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ കൈയാകെ വേദനിച്ചിട്ട് വയ്യ. ശേഷം അവൻ ചെയ്ത ജോലിയുടെ പണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 10,000 വോണുണ്ട്. 2 മണിക്കൂർ നീ ജോലി ചെയ്തില്ലേ, അതിനുള്ള പണമാണിത്. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളൂ. ഞാനിതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? ഞാനിത് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അവരും പുതിയ എന്തൊക്കെയോ പദ്ധതി തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു പരസ്യവും കാണിക്കുന്നു. മിറാക്കിൾ ഏഷ്യ. ജോൺ ഹോയും മീഡിയക്കാരിയും എല്ലാം അവിടെയുണ്ട്. ഇവർക്ക് കൊടുക്കേണ്ട ആള് പാർക്കിൽ നിന്നും ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മിറാക്കിൾ ഏഷ്യ എന്ന കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരേക്ക് അതിന്റെ ഓണറും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാനൊരു പണക്കാരനാക്കും. ആ സമയം ലീയുടെ മുൻ ജന്മത്തെ ഭാര്യ സീഹിയും അവിടേക്ക് വരുന്നുണ്ട്. അത് അയാളും കാണുന്നു. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതാ ലോ ഓഫീസിലെ അയാളുടെ മകളല്ലേ. അപ്പോ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോ അയാൾക്കും കുറെയൊക്കെ വിശ്വാസമാകുന്നുണ്ട്. സീഹിം ലീയെ വിളിച്ചിട്ട് ഞാൻ ഇനിയും ഇവിടെ നിൽക്കണോന്ന് ചോദിക്കുമ്പോ നീ കുറച്ചു നേരം കൂടി അവിടെ നിൽക്ക്, ഒരാവശ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അയാളെ കൊണ്ട് ഇക്കാര്യങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ലീയും അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നിരിക്കുന്നവർക്കും പ്രസും മീഡിയ ഒക്കെ ഇവിടേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന്റെ 10% മാസാമാസം ഇവർക്ക് കിട്ടുന്നതാണ് എന്നൊക്കെ അവരും പറയുമ്പോ ഇയാളും അത് വിശ്വസിക്കുന്നുണ്ട്. ശേഷം ജോൺ ഹോയും വിളിച്ച് ലിയോട് സംസാരിക്കുന്നുണ്ട്. ആ സോങ് ഡേ നാള് വളരെ കുറച്ച് പണം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലീം ആദ്യത്തെ മാസത്തെ 10% അയാൾക്ക് കൊടുത്തു നോക്ക്. ബാക്കി എല്ലാ പണവും അയാള് ഉടനെ തന്നെ നിക്ഷേപിക്കുന്നതാണ്. ഈ വില്ലൻ ജഡ്ജിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നോക്കുന്നത് ഈ സോങ് ഡേ എന്ന ആളാണ്. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇയാളും വില്ലൻ ജഡ്ജിനോട് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇയാളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ലീക്ക് നന്നായിട്ട് അറിയാം. ശേഷം അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോകുന്ന നാമും ധൃതി പിടിച്ച് എങ്ങോട്ട് പോകുന്നുണ്ട്. അയാളെ ഫോളോ ചെയ്ത് മീഡിയക്കാരിയും വരുന്നുണ്ട്. അയാളെ മുൻപത്തെ പ്രസിഡന്റിനെ കാണാനാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് വില്ലൻ ജഡ്ജിന് വിശ്വാസമില്ല. അയാളെന്റെ കോള് എടുക്കുന്നില്ല. ഞാനിപ്പോ വലിയ കുരുക്കിലാണ് എന്റെ മകന്റെ കാര്യത്തില്. പ്രസിഡന്റ് അയാൾ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. നീ എന്തായാലും ചീഫ് ജസ്റ്റിസ് ആകുമെന്ന് അയാളോട് ഉറപ്പ് പറയുന്നുണ്ട്. ആ മീഡിയക്കാരും അവിടെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് പേര് അവിടേക്ക് വരുന്നത് അവളും കാണുന്നു. ആ കൂട്ടത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവള് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ശേഷം ലീക്കും അടുത്ത ട്രയൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളുടെ മകന്റെ കേസാണ്. അതിന്റെ വാദവും മറ്റും അവിടെ നടക്കുന്നുണ്ട്. അയാൾക്കെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ട്. ഈ സോങ് ഡേയും മറ്റൊരു ആപ്പില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ആപ്പും നിർത്തിയിട്ട് കടന്നു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ പണം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ മക്കൾക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പണവും മറ്റുമാണ് ഇതിനകത്തേക്ക് അയാളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് മിറാക്കിൾ ഏഷ്യയിൽ നിന്നും ഒരു കോള് വരുന്നത്. അയാൾക്ക് ഈ മാസത്തെ 10% പണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണം കിട്ടുമ്പോ ഇയാൾക്കും അവരെ വല്ലാതെ വിശ്വാസമാകുന്നുണ്ട്. ഇയാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടപ്പെട്ട പണം മുഴുവൻ ഇതുവഴി തിരികെ പിടിക്കാമെന്ന് ഇയാളും കരുതുന്നുണ്ട്. ശേഷം ഇയാളും പാർക്കിനെ കാണുന്നുണ്ട്. നിങ്ങൾ അന്നൊരു ക്യാമസിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്ത് ഞാൻ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതില് ഒരുപാട് ലാഭം കിട്ടി. വളരെ കുറച്ച് പണമായിരുന്നു ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് പണം എനിക്ക് ലാഭമായിട്ട് കിട്ടി. പാർക്കും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ തട്ടിപ്പായിരിക്കുമല്ലോ, ശ്രദ്ധിക്കണം എന്നൊക്കെ അയാളോടും പറയുന്നുണ്ട്. ഇക്കാര്യം ലിയയും പാർക്ക് വിളിച്ച് പറയുന്നുണ്ട്. ആ സമയം മീഡിയക്കാരി ലിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് നാമിനെ ഫോളോ ചെയ്ത് പോയപ്പോ കണ്ടിട്ടുള്ള കാഴ്ചകളും മറ്റും ലീക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ലീക്ക് ഇത് അറിയാവുന്നതാണ്. അവിടേക്ക് ഒരു മന്ത്രി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് പെട്ടികളും മറ്റും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിനകത്ത് മിക്കവാറും പണമാകാനാണ് സാധ്യത. ഇതിന്റെയൊക്കെ പിന്നില് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കേട്ടാ നിങ്ങൾ ഷോക്ക് ആകും. ഇത് മുൻപത്തെ പ്രസിഡന്റ് ഇല്ലേ, അയാളാണ് ഇതിന്റെ പിന്നിൽ. ഇപ്പോഴാണ് ലീക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ആ വില്ലൻ ജഡ്ജിന്റെ പിന്നില് മുൻപത്തെ പ്രസിഡന്റ് ആണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മീഡിയക്കാരും ഞാനൊരു ആർട്ടിക്കിൾ എഴുതട്ടെ എന്ന് ചോദിക്കുമ്പോ ഇപ്പോ നമുക്കൊന്നും ചെയ്യണ്ട, പിന്നീട് നമുക്ക് തെളിവുകളെല്ലാം കിട്ടിയതിനു ശേഷം അവരെ എക്സ്പോസ് ചെയ്യാം. ജീനെ വിളിച്ചിട്ട് നമുക്ക് ഒരിടത്തേക്ക് പോകണമെന്ന് സുപ്പീരിയറും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഇവര് പോകുന്നത് മിറാക്കിൾ ഏഷ്യ എന്ന കമ്പനി റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവളും ഷോക്ക് ആകുന്നുണ്ട്. നിങ്ങളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
വിശ്വസിക്കുന്നുണ്ടോ? അവര് സ്കാമേഴ്സ് ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? പക്ഷേ സുപ്പീരിയറും അവളെ നിർബന്ധിക്കുന്നുണ്ട്. ഇവള് വേഗം തന്നെ ലീയെ വിളിക്കുന്നുണ്ട്. സുപ്പീരിയർ കാണാതെ അവനും കോൾ എടുക്കുമ്പോ അവനും ആ കാര്യം മനസ്സിലാകുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ജോൺ ഹോയും വിളിക്കുന്നുണ്ട്. ഇവരും സോങ് ഡേയെ കാത്തിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഇവിടെ എത്തുന്നതിന് മുന്നേ അയാളിൽ നിന്ന് പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യിക്കണം. അങ്ങനെ ജീനയും സുപ്പീരിയറിനും കൊണ്ട് പോകുമ്പോ ലീയും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവനും ഇവളുടെ കാറിൽ വന്ന് ഇടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളും ലീയെ കാണുന്നു. എന്തൊരു പദ്ധതി ലീ തയ്യാറാക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ട് ലീയെ പിടികൂടാൻ വേണ്ടിയിട്ട് അവന്റെ പുറകെ പോകുന്നുണ്ട്. സുപ്പീരിയറും പറയുന്നുണ്ട്, നീ എന്തിനാ അവന്റെ പുറകെ പോകുന്നേ? നമുക്ക് സമയമായിട്ടുണ്ട്. അതിനവൾ അവനങ്ങനെ വിട്ടാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ പോയിട്ട് അവന്റെ കാറിനെ തടഞ്ഞ് നിർത്തുന്നുണ്ട്. ഇവൻ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവന് വഴക്ക് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെയാണോ? എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അവനും അതുപോലെ തന്നെ ചെയ്യുന്നു. സുപ്പീരിയറും അത് കണ്ടിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. നീ വേഗം വന്ന് വണ്ടി എടുക്ക്, അവനോട് പോകാൻ പറഞ്ഞേക്ക്. നിങ്ങൾ അവിടെ ഇരിക്കണം സർ, ഞാൻ ഉടനെ തന്നെ അവിടെ വരുന്നതായിരിക്കും. ജീനി, നമ്മളിനി എന്ത് ചെയ്യും എന്ന് ലിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയം സോങ് ഡേയും ജോൺ ഹോയി കാണാൻ വേണ്ടിയിട്ട് ആ മിറാക്കിൾ ഏഷ്യയിലേക്ക് വരുന്നുണ്ട്. ഇനി 10 മിനിറ്റ് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. ടോട്ടൽ 3 ബില്യൺ ആണ് ഇയാൾ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്കിത് മതിയാക്കാമെന്ന് പറയുമ്പോ അയാളും അതിന് സമ്മതിക്കുന്നില്ല. അയാൾ ഒരുപാട് ഡൗട്ട് ജോൺ ഹോയോട് ചോദിക്കുന്നുണ്ട്. ലിയും വിളിച്ച് പറയുന്നുണ്ട്, നമുക്ക് സമയമില്ല, എത്രയും വേഗം അവിടുത്തെ തെളിവുകളൊക്കെ നീക്കം ചെയ്യണമെന്ന്. പക്ഷെ സോങ് ഡേ ഇയാളോട് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസിക്യൂഷൻ ടീം മുഴുവൻ ആ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ബിൽഡിംഗിലാണ് മിറാക്കിൾ ഏഷ്യയും വർക്ക് ചെയ്യുന്നത്. ജീനയും അഭിനയിച്ചിട്ട്, അയ്യോ സാറേ, എന്റെ നടു വേദനിച്ചിട്ട് വയ്യ, ആക്സിഡന്റിൽ സംഭവിച്ചതായിരിക്കും. സുപ്പീരിയറും, നീ റെസ്റ്റ് എടുക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് അവളോടും പറയുന്നുണ്ട്. ലീയും പ്രോസിക്യൂഷൻ അവിടെ എത്തുന്നത് ജോൺ ഹോയ് വിളിച്ചു പറയുന്നുണ്ട്. ജീനയും മനസ്സിലാ മനസ്സോടെ അവരുടെ കൂടെ പോകുന്നുണ്ട്. ലീയും അവിടേക്ക് വളരെ വേഗത്തിൽ എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടർ എങ്ങാനും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പദ്ധതി മുഴുവൻ പൊളിയും. ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ലീയും എത്രയും വേഗം അവിടെ നിന്നും ഇറങ്ങാനായിട്ട് ജോൺ ഹോയോടും വിളിച്ചു പറയുന്നുണ്ട്. അടുത്ത മാസം നിങ്ങൾക്ക് വേണ്ടുന്നുള്ള പ്രോഫിറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ആളാണെങ്കിൽ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പോയാലോ എന്ന് അയാളോട് ചോദിക്കുന്നു. ആ സമയം കൊണ്ട് തന്നെ ആ പ്രോസിക്യൂട്ടറും സംഘവും മിറാക്കിൾ ഏഷ്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അവരെത്തി എന്നുള്ള കാര്യം ജോൺ ഹോയ്ക്കും ലീക്കും മനസ്സിലാകുന്നുണ്ട്. ഇവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.